ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പുണ്യം പോക്കുന്ന നോമ്പുകാലത്തിനാണല്ലോ നാം ആയിരിക്കുന്നത്. തെറ്റ് ചെയ്യുന്നവനെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പോലും വേദനിപ്പിക്കാത്തവനാണ് ക്രിസ്തു. എന്നിട്ടും അവൻ ക്രൂശിക്കപ്പെട്ടു. അകാരണമായ ക്രൂശീകരണം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവന്റെ വഴിയെ നമുക്കും പിന്തുടരാം. ഈ ലോകത്തിൽ ഒന്നും തന്നെ നേടാൻ ശ്രമിക്കാത്ത ശക്തനായ നേതാവാണ് ക്രിസ്തു. അവരന്റെ കണ്ണീരിന്റെ മുമ്പിൽ ഹൃദയം തകർന്നു പോകുന്ന പച്ച മനുഷ്യൻ. അവന്റെ കുരിശിലേക്ക് നോക്കി നമുക്കും യാത്ര ചെയ്യാം. നോമ്പുകാലത്തെ ബുധനാഴ്ച പ്രഭാത പ്രാർത്ഥനയിലെ രണ്ടാമത്തെ കോലായി ഇങ്ങനെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. നീ അയൽക്കാരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എന്തിന് നോമ്പ് നോക്കുന്നു? കർത്താവ് ആഗ്രഹിക്കുന്നത് സഹോദര സ്നേഹമാകുന്ന നോമ്പാകുന്നു. ഈശോ പറഞ്ഞു തന്നതും കാട്ടിത്തന്നതും സ്നേഹത്തെപ്പറ്റിയും സഹോദര സ്നേഹത്തെയും പറ്റിയാണല്ലോ. സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അവിടുന്ന് നമുക്ക് കാട്ടിത്തന്നു. പങ്കുവെക്കൽ കൂടാതെയുള്ള സ്നേഹം അപൂർണമാണ്. അളന്നു നോക്കാതെ തൂക്കി നോക്കാതെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. ഈ നോമ്പിന്റെ അവസാന നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്രൂശിതനോടുകൂടി കൂടുതൽ അടുക്കാനും സഹോദരനെ സ്വന്തമായി കാണുവാനും നമുക്ക് കഴിയട്ടെ. നോമ്പ് കൂടുതൽ അർത്ഥമുള്ളതായി തീർക്കാം. ഈ വിശുദ്ധ വാരത്തിൽ നമ്മുടെ കർത്താവിന്റെ പീഡാസഹനങ്ങളെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. നാം നിരന്തരം കണ്ടുമുട്ടുന്ന നമ്മുടെ സഹോദരന്മാരിൽ ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.